ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഓണം സ്പെഷ്യൽ പപ്പടക്കറിയാണ്. സദ്യയ്ക്ക് വിളമ്പാൻ പറ്റുന്നത്. ഞാനിവിടെ ഏകദേശം ഒരു 5 പപ്പടം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ മറ്റേ ഗ്യാസിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം പപ്പടം ഒന്ന് വറുത്തെടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് അരപ്പരയ്ക്കാനുണ്ട്. അരപ്പിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പപ്പടം ഒന്ന് വറുത്തെടുത്ത ശേഷം അരപ്പരയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക് കറിയായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ പപ്പടം ഒന്ന് വറുത്തെടുക്കട്ടെ. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ചെറിയ പീസസായിട്ട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഒന്ന് വറുത്തെടുക്കാം. ഞാനൊരു അരിപ്പയിൽ ടിഷ്യൂ പേപ്പറും വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. പപ്പടം കണ്ടുമല്ലോ, നല്ല ക്രിസ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് അരപ്പരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് ഒരു 3 വറ്റൽമുളക്, ചെറിയ 2 ചെറിയ ഉള്ളി, ചെറുതാണ്. അപ്പോൾ വലുതാണെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വരണ മാതിരി മല്ലി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിക്ക് പകരം മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ള അല്ലെങ്കിൽ ഒരു 2 പിഞ്ച് ജീരകം, അതേമാതിരി ഒരു 7-8 മണി കുരുമുളക്. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് മല്ലിക്ക് പകരം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, കുരുമുളകിന് പകരം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, വറ്റൽമുളകിന് പകരം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഈ ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, തേങ്ങ, വറ്റൽമുളക്, മല്ലി, കുരുമുളക്, ഇത്രയും ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കാൻ പോവാണ്. അരച്ചെടുത്ത ശേഷം നമുക്ക് അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് കറിയാക്കാം. ഓക്കെ, അപ്പോൾ അതാദ്യം ഞാനൊന്ന് അരച്ചെടുക്കട്ടെ, അതിനുശേഷം കാണിച്ചു തരാം. ഇപ്പോൾ അരപ്പരച്ചത് നന്നായി അരഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ ചട്ടി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അരപ്പ് ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സി ഒന്ന് കുലുക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കണം. ഈ മസാല മണം ഒന്ന് മൂത്ത് വരണം. അതായത് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരട്ടെ. ഇത് വേണമെങ്കിൽ ഒഴിച്ചു കറിയായിട്ട് എടുക്കാം. ഏതെങ്കിലും ഒരു ദിവസം സാമ്പാറിന് പകരം എടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരട്ടെ. അതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, അടച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ആ കറി ഉണ്ടാക്കുന്നത്. അപ്പം ഒന്ന് ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കോളൂ.
ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ പപ്പടം വറുത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത് കുറച്ചുകൂടെ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറിയായി. ഞാൻ കുറച്ച് തിക്കായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഇരുന്നിട്ട് നമുക്ക് അടച്ചൊന്ന് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഒരു കുറച്ച് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇത് മാറ്റി വെച്ചിട്ട് കടുക് വറുക്കണം. അപ്പോൾ ഇതാദ്യം മാറ്റി വയ്ക്കാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, കുഞ്ഞു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂണല്ലേ, ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയട്ടെ. പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് അതിലോട്ട് വറ്റൽമുളകും കറിവേപ്പില ഇടണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. അതുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പപ്പടക്കറി റെഡിയായി. ഞാൻ അതിലോട്ട് വറ്റൽമുളക് കൂടെ പൊട്ടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ കറിവേപ്പില. ഇനി നമുക്ക് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഞാൻ ഈ ഒരു ഗ്രേവിയിലാണ്, ഒരു സെമി തിക്ക് ഗ്രേവിയിലാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒഴിച്ച് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ തിന്നായി കിട്ടിക്കോളും. നമ്മളിപ്പോൾ ഓണത്തിന് സൈഡ് ഡിഷായിട്ടാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സെമി തിക്ക് ഗ്രേവിയിൽ സെർവ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് കടുക് വറുത്തതുകൂടെ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പപ്പടക്കറി റെഡി. ഇത് കഴിക്കാൻ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പം അടുത്ത ഓണം വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.